ഹലോ ഹായ് നമസ്കാരം. ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിനീത് കുമാർ സംവിധാനം നിർവഹിച്ച ഏറ്റവും പുതിയ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ശരിക്കും ദിലീപിൻ്റെ ഇതിനു മുമ്പുള്ള പല സിനിമകളും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിളായ കുക്കു FM കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അവരുടെ പ്രീമിയം ഫീച്ചേഴ്സ് ഫ്രീ ആയി തരുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ ഏതൊരു സാധാരണക്കാരനും അറിയാവുന്നൊരു എഴുത്തുകാരനാണ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലറായ കൃതികളിൽ ഒന്നാണ് പ്രേമലേഖനം. നമുക്ക് പ്രേമലേഖനം എന്ന് പറയുന്നത് ബഷീറിൻ്റെ പ്രേമലേഖനമാണ്. M. മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ, മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം, എന്തിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ ഒരുപാട് ചർച്ചയായ നളിനി ജമീലയുടെ എൻ്റെ ആണുങ്ങൾ എന്ന പുസ്തകം, ഇതൊക്കെ കുക്കു FM അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ലോക ക്ലാസിക്കുകളടക്കം വിവിധ വിഭാഗങ്ങളിൽ ഒട്ടനവധി കോണ്ടന്റ് കുക്കു FM അവൈലബിൾ ആണ്. ആൻഡ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ചിലരൊക്കെ ഇങ്ങനെ തരുമല്ലോ, 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ട്രയൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചില ഫീച്ചേഴ്സൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് 7 ദിവസത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് തരുവാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അതേ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. ഈ 7 ദിവസത്തെ പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഉണ്ണി 50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ 50% ഡിസ്കൗണ്ടും സ്വന്തമാക്കാൻ പറ്റും. വായന നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സമയം എന്ന് പറയുന്നൊരു പ്രശ്നമില്ലേ. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ പുസ്തകങ്ങൾ വായിച്ചു തരുവാണ്, സിനിമാറ്റിക് എഫക്റ്റുകളൊക്കെ ഇട്ടിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസീഷ്യൻസ്, അവരൊക്കെ ഒരുമിച്ച് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്താൽ മാത്രം മതി. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നന്നായി നേരം കളയൂ. നമുക്കിനി പവി കെയർ ടേക്കറിലേക്ക് വരാം. സത്യം പറയാമല്ലോ, യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് തിയേറ്ററിലേക്ക് പോയത്. പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലായിരുന്നു എന്നല്ല, പ്രതീക്ഷകളെ ഇല്ലാതെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. അവസാനം വന്ന ബാന്ദ്രയും തങ്കമണിയും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കിയൊരു ഉൾക്കിടലുണ്ടല്ലോ. അങ്ങനെ സിനിമ തുടങ്ങി. കല്യാണരാമനിൽ ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ. പുറകിലിരിക്കുന്നത് ചിരവയ്ക്ക് പകരം ഇവിടെ ഒരു നായയാണെന്നേ ഉള്ളൂ. ജോലി സ്ഥലത്തേക്ക് എത്തുന്നു, ജോലി സ്ഥലത്ത് വിറപ്പിക്കുന്നു. ഞാൻ ഈ സിനിമ ഇത് ആ പടം തന്നെയല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ അതേ പാറ്റേണിലല്ലേ പോകുന്നത്, ഒന്നും പുതുതായിട്ടില്ലല്ലോ എന്ന് തോന്നി. പിന്നെ ടിപ്പിക്കൽ ദിലീപ് തമാശകളൊക്കെ ഉണ്ടല്ലോ. സ്ത്രീ ജീവനക്കാർ ഉണ്ടാവുന്നു, അവരോട് കൗണ്ടർ അടിക്കാൻ ശ്രമിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ചമ്മുന്നു, കുറച്ച് വീഴുന്നു. അങ്ങനെയുള്ള ഒരുപാട് കോമഡി ശ്രമങ്ങളുണ്ടായിരുന്നു. ഒന്നും എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്ക്രീനിൽ ഒരു മരപ്പെട്ടി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ചിരി വന്നത്. ആ സീക്വൻസ് അവർ ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇത് പറക്കും തളികയല്ലേ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നായകൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അതായത് നായകൻ്റെ ഹിസ്റ്ററി എന്തായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ അയാൾ ഏത് വിധത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള 40കളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ആവറേജ് മലയാളിയുടെ കുറേ സിറ്റുവേഷൻസൊക്കെയാണ്. ആ കഥാപാത്രത്തിനെയൊക്കെ അവർ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇമോഷണൽ കണക്റ്റുകളുണ്ടായിരുന്നു. ചില ഡയലോഗുകളിലുള്ളൊരു ഇമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ പ്രായത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന, ഇന്നും അയാളെ ഊറ്റി ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ അതിനൊരു പേരൊന്നും വേണ്ട, ഒരു ഡെഫിനേഷൻ വേണ്ട. ഇപ്പോൾ ഒരു സുഹൃത്ത്, ഭാര്യ, ഭർത്താവ്, കാമുകൻ, കാമുകി, അങ്ങനെയുള്ള ഡെഫിനേഷൻ ഒന്നും ഇല്ലെങ്കിലും അയാൾക്കൊപ്പം ഉണ്ടാവുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ നമുക്ക് എല്ലാവർക്കും വേണമല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പോൾ ആ ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ ഒരു നീഡ്, അത് അയാൾ മറ്റൊരു ജീവിയിൽ കണ്ടെത്തുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതും അത്യാവശ്യം രസമായിട്ടൊക്കെയാണ് വന്നത്. ഒരു പരിധിവരെ മ്യൂസിക് അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അതിലെ പാട്ടുകളുടെ മ്യൂസിക് മാത്രമല്ല, അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതിലും മലയാളത്തിൽ നമ്മൾ പൊതുവേ കാണാത്തൊരു രീതിയിലുള്ള വേറെ പല ഭാഷകളിലുള്ള പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നെങ്കിൽ പോലും അതിൻ്റെ വിഷ്വലൈസേഷൻ പരിപാടികളൊക്കെ രസമായിട്ട് വന്നു. ഇതിനിടയ്ക്ക് പല ടിപ്പിക്കൽ കോമഡി പരിപാടികളും, അതായത് ഒരു ദിലീപ് സിനിമയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പട്ടണത്തിൽ സുന്ദരൻ പോലെയുള്ള സിനിമകളിലെ അനുസ്മരിപ്പിക്കത്തക്ക രീതിയിലുള്ള കുറേ രംഗങ്ങൾ ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് സിനിമ ബോഡിഗാർഡിലേക്ക് കടക്കും. ബോഡിഗാർഡ് മാത്രമല്ല, സംവിധായകൻ്റെ മുൻ സിനിമയായ ഡിയർ ഫ്രണ്ടും ബോഡിഗാർഡും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ട്രാക്കിലേക്ക് സിനിമ കയറുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ അരികത്തായി ആരോ മോളുന്നുണ്ടോ എന്ന് പറയുന്ന ട്രാക്കൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിലെ മ്യൂസിക് അങ്ങനെ ആയിരുന്നു എന്നല്ല പറയുന്നത്, അതുവരെ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴും ഈ പറയുന്ന ആ ഒരു എലമെൻറ്റ് വളരെയധികം വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കൊരാളൊരു ഇഷ്ടം തോന്നുക, നമ്മളെ പരിഗണിക്കുക, നമ്മളെ ബഹുമാനിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എലമെൻ്റ് ഉണ്ടല്ലോ. അതിനൊക്കെ അവർ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് ബോഡിഗാർഡിൽ നയൻതാരയ്ക്ക് ഡബ് ചെയ്ത ആൾ തന്നെയാണോ ഇതിലും ഡബ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ശരിക്കും സിനിമയിൽ എനിക്ക് വളരെ ഇമോഷണലി ഫീൽ ചെയ്ത ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു റിംഗ് മാസ്റ്റർ, 777 ചാർലി എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ എലമെൻറ്റുകളൊക്കെ ചേർന്നിട്ടാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഒരു ഡോഗിനെ ഇഷ്ടപ്പെട്ട് കൂടെ നിർത്തി വളർത്തിയിട്ടുള്ള ആളാണെങ്കിൽ, കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ആ സീക്വൻസ് നിങ്ങളെ ശരിക്കും ഹുക്ക് ചെയ്യും. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും നല്ല മൊമെൻറ്റുകളിൽ ഒന്നായിട്ട് ഫീൽ ചെയ്തത് അത് തന്നെയായിരുന്നു. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോമഡി സീനുകളൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദിലീപ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും കാണണമെന്ന് നോക്കുമ്പോൾ ദിലീപ് കോമഡി സിനിമകൾ പഴയ സിനിമകളുടെ ബിറ്റുകളൊക്കെ തന്നെ നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് വളരെ പ്രഡിക്റ്റബിളാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങോട്ട് പോകണോ, എൻ്റെ പട്ടി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ കേൾക്കുന്ന ഒന്നെങ്കിൽ ഒരു കോളിംഗ് ബെല്ലോ അല്ലെങ്കിൽ ഒരു ഡോറിലെ നോക്കോ ആയിരിക്കും. തുറക്കുമ്പോൾ ഈ പട്ടി പോകുമെന്ന് പറഞ്ഞ ആൾ അവിടെ നിൽപ്പുണ്ടാവും എന്ന് പറയുന്ന അത്രയും പ്രഡിക്റ്റബിളായിട്ടാണ് ഓരോ സീക്വൻസും കോമഡി അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനു മുമ്പുള്ള പല ദിലീപ് സിനിമകളെയും ദിലീപിൻ്റെ പല കഥാപാത്രങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആകെ മൊത്തത്തിൽ സിനിമ കണ്ടതിൽ എനിക്ക് നഷ്ടബോധമൊന്നുമില്ല. നമ്മൾ ഈ ബാന്ദ്രയും തങ്കമണിയും ഒക്കെ കണ്ടതുപോലെ ഒരു ദുരിതം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ എനിക്കില്ല. എന്നാൽ അതേസമയം ഒരു ചെറിയ സങ്കടം, അതായത് ഈ ടിപ്പിക്കൽ ദിലീപ് സിനിമകളിലെ കോമഡി രംഗങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലെ ആ ഇമോഷണൽ സാധനത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ അത് വേറെ ലെവലൊരു സിനിമ ആവുമായിരുന്നു എന്നെനിക്ക് തോന്നി. സംവിധായകൻ്റെയും പ്രധാന നടൻ്റെയും മുൻ സിനിമകളുടെ ഒരു കുഴഞ്ഞുമറിയലും ആൻഡ് അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു പോക്കൊക്കെ ആയിരുന്നു സിനിമയ്ക്ക്. എന്നെ സംബന്ധിച്ച് ക്ലൈമാക്സിൽ വളരെ ക്രിഞ്ചാവുമായിരുന്നൊരു സീക്വൻസിനെ ക്രിഞ്ചായി തന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് നല്ലൊരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നെ സംബന്ധിച്ചൊരു ഒക്കേഷ് വൺ ടൈം വാച്ചബിൾ അത് കഴിഞ്ഞ് മറന്നു പോവബിൾ സിനിമയായിട്ടാണ് എനിക്ക് പവി കെയർ ടേക്കർ ഫീൽ ചെയ്തത്. പക്ഷേ അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്കിതൊരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. എനിക്ക് കണക്റ്റ് ആവാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലോണം കണക്റ്റ് ആയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.